വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താമാറിൻ്റെയും അമ്നോണിൻ്റെയും പിതാവ് ദാവീദായിരുന്നെങ്കിലും അമ്മമാർ രണ്ടായിരുന്നു. അമ്നോണിന് താമാറിനോട് ഒരു സഹോദരിയോടുള്ള സ്നേഹമല്ലായിരുന്നു, മറിച്ച് അവൻ അവളോട് ആസക്തിയായിരുന്നു. അവൻ രോഗം നടിച്ച് കിടന്നപ്പോൾ അവൾ അവന് ഭക്ഷണം കൊടുക്കാൻ ചെന്നു. അവൻ സൂത്രത്തിൽ വിളിച്ച് അവളെ മാനഭംഗപ്പെടുത്തുന്നു. അതിനുശേഷം അവളെ വെറുത്ത് പുറത്താക്കി വാതിലടച്ചു. അങ്ങനെ താമാർ സഹോദരനായ അബ്സലോമിൻ്റെ ഭവനത്തിൽ ദുഃഖിതയും ഏകാഗ്നിയുമായി കഴിഞ്ഞു. ദാവീദ് രാജാവ് ഇത് കേട്ടപ്പോൾ അത്യധികം കോപിച്ചു. അബ്സലോമാകട്ടെ അമ്നോനോട് ഗുണമോ ദോഷമോ പറഞ്ഞില്ല. തൻ്റെ സഹോദരി താമാറിനെ മാനഭംഗപ്പെടുത്തിയതിനാൽ അവനെ വെറുത്തു. അതിനുശേഷം അവസരം കിട്ടിയപ്പോൾ അബ്സലോം തൻ്റെ ഭൃത്യന്മാരെ കൊണ്ട് അമ്നോനെ വധിച്ചു. അമ്നോന്റെ മരണത്തിലുള്ള ദുഃഖം ശമിച്ചപ്പോൾ അബ്സലോമിനെ കാണാൻ രാജാവ് അതിയായി ആഗ്രഹിച്ചു. യോവാബ് അബ്സലോമിനെ ജെറുസലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. കുറേ കാലം അബ്സലോം ദാവീദ് രാജാവിനെ കാണാതെ മാറി താമസിച്ചുവെങ്കിലും പിന്നീട് യോവാബിൻ്റെ അപേക്ഷ പ്രകാരം രാജാവ് അബ്സലോമിനെ വിളിപ്പിച്ചു. അങ്ങനെ അവൻ വന്ന് രാജസന്നിധിയിൽ സാഷ്ടാംഗം പ്രണമിച്ചു. രാജാവ് അബ്സലോമിനെ ചുംബിച്ചു. അബ്സലോമിന് ദാവീദിൻ്റെ സിംഹാസനത്തിൽ നോട്ടമുണ്ടായിരുന്നു. അവൻ ഗൂഢാലോചന നടത്തി കൂടെ ആളുകളെ കൂട്ടി. അവൻ്റെ സംഘം വളർന്നു. ഇസ്രായേലിയർ അബ്സലോമിനോട് കൂറ് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഒരു ദൂതൻ ദാവീദിനെ അറിയിച്ചു. അബ്സലോമിനെ ഭയന്ന് ദാവീദ് രാജാവും കൂടെയുള്ളവരും ദൂരെ ഒരിടത്ത് ചെന്ന് നിന്നു. ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടെയുള്ളവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. ദാവീദ് മലമുകൾ കടന്ന് കുറച്ചു ദൂരം ചെന്നപ്പോൾ ജോനാഥൻ്റെ മകനായ മെഫീബോശത്തിൻ്റെ ദാസനായ സീബയെ കണ്ടുമുട്ടി. നിന്റെ യജമാനൻ്റെ പുത്രൻ എവിടെ? രാജാവ് അവനോട് ചോദിച്ചു. സീബ പറഞ്ഞു, അവൻ ജെറുസലേമിൽ പാർക്കുന്നു. തൻ്റെ പിതാവിൻ്റെ സിംഹാസനം ഇസ്രായേൽക്കാർ തനിക്ക് തിരികെ തരുമെന്നവൻ കരുതുന്നു. അപ്പോൾ രാജാവ് സീബയോട് കൽപ്പിച്ചു, ഇതാ മെഫിബോഷത്തിനുള്ളതെല്ലാം നിൻ്റേതാകുന്നു. സീബ പറഞ്ഞു, ഈ ദാസൻ്റെ മേൽ അങ്ങയുടെ പ്രീതി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.